ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൻ്റെ പേര് പോലെ ദൈവത്തെ വിളിക്കാവുന്നൊരു പേരാണ് ഗോഡ് ഓഫ് സ്മോൾ പീപ്പിൾ. ചെറിയവരുടെ തമ്പുരാൻ, ചെറിയവരെ കണക്കിലെടുക്കുന്ന, കരുതുന്ന, അവർക്ക് വലിയ സ്ഥാനം കൊടുക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിനെക്കുറിച്ചാണ് ഇന്ന് ഓഗസ്റ്റ് 12 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിൽ യേശുനാഥൻ പഠിപ്പിക്കുന്നത്. നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയാണ് ഈ ചെറിയവരുടെ തമ്പുരാനെ വരച്ചു കാട്ടാൻ യേശു ഉപയോഗിക്കുന്നത്. സാധാരണ നഷ്ടപ്പെട്ട ആട് എന്ന് കേൾക്കുമ്പോഴേക്കും ലൂക്കായുടെ സുവിശേഷം 15 അധ്യായം നമ്മുടെ മനസ്സിലേക്ക് വരും. എന്നാൽ അതേ ഉപമ മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിലുമുണ്ട് എന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം. കണക്കിൽ പിഴയ്ക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധം ഇല്ലാത്തൊരു തമ്പുരാൻ എന്ന് ഈ ഉപമ കേൾക്കുമ്പോൾ നാം ചിന്തിച്ചേക്കാം. 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടാൽ, അതും വഴിതെറ്റിപ്പോയാൽ പൊയ്ക്കോട്ടെ എന്ന് വെക്കണം. അതല്ലാതെ ബാക്കി 99 മലയിൽ വിട്ടിട്ട് പോവുകയാണോ കോമൺ സെൻസ് ഉള്ളവർ ചെയ്യുക? യേശു പറയും, നമ്മുടെ കോമൺ സെൻസ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സെൻസിന് മുമ്പിൽ ഒന്നുമല്ല എന്ന്. ചെറിയവരുടെ തമ്പുരാന് വഴിതെറ്റിപ്പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളും വെറുമൊരു അക്കമല്ല. ഇടയന് ഓരോ ആടും വിലപ്പെട്ടതായിരിക്കുന്നത് പോലെ, ഓരോ ആടിൻ്റെയും പേര് ചൊല്ലി ഇടയൻ വിളിക്കുന്നത് പോലെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കണ്ണിൽ അതുല്യരാണ്, അനന്യരാണ്. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. അതുല്യർ, അൺമാച്ച്ഡ്, തുല്യം വയ്ക്കാൻ പറ്റാത്തവർ, തുലനം ചെയ്യാൻ പറ്റാത്തവർ, വൺ ഓഫ് എ കൈൻഡ്, അനന്യർ, ഇൻകംപാരബിൾ, യുണീക്ക്. അതെ, നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും, ജയവും പരാജയവും, കണ്ണീരും ചിരിയും, നമ്മുടേത് മാത്രമായ യാത്രകളും എൻ്റെ ദൈവത്തിനറിയാം. ഇന്ന് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ആദ്യത്തെ ചിന്ത ഇതാണ്: നീ തനിച്ചായി പോകുമ്പോൾ, തിരികെ വരാനാവാത്ത വിധം വഴിതെറ്റിപ്പോയി എന്ന് കരുതുമ്പോൾ, ആർക്കു മുമ്പിലും എനിക്കൊരു വിലയുമില്ലെന്ന് നാം ചിന്തിക്കുമ്പോൾ, അറിയുക, ചെറിയവരുടെ തമ്പുരാൻ എന്നെ തേടി വരുന്നുണ്ട്. കൈതന്നിഴൽപ്പിക്കാൻ, ചുമലിലേറ്റാൻ, തിരികെ വെളിച്ചത്തിലേക്ക്, ജീവിതത്തിലേക്ക്, സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. രണ്ടാമതായി, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഈ ഉപമ പറയുന്നത്. 820 കോടി മനുഷ്യർക്കിടയിൽ ഞാൻ തമ്പുരാൻ്റെ കണ്ണിൽ വെറുമൊരു അക്കമല്ല എന്ന തിരിച്ചറിവിൽ നിന്നും, എൻ്റെ മുമ്പിലെത്തുന്ന, എൻ്റെ കൂടെ ജീവിക്കുന്ന, എന്നോട് ഇടപെടുന്ന ഓരോ വ്യക്തിയും വെറുമൊരു മുഖമല്ലെന്നും ഒരക്കമല്ലെന്നും ഉള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് വളരാം. ഏറ്റവും ചെറിയവർ മുതൽ ഓരോരുത്തരുടെയും അനന്യതയെ നമുക്ക് മാനിക്കാം. ഇന്നത്തെ വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഷന്താൽ മറന്നുപോയവരുടെ, വിധവകളുടെ, കുട്ടികളിൽ നിന്നും അകറ്റപ്പെട്ട മാതാപിതാക്കളുടെ മധ്യസ്ഥയാണ്. ചെറിയവരുടെ തമ്പുരാൻ്റെ ഇടയ മനസ്സ് ധ്യാനിക്കുന്ന ഇന്നേ ദിവസം ഈ വിശുദ്ധയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആരെയും മറവിയിലേക്ക് തള്ളല്ലേ എന്ന്. ആരുമില്ലാത്തവരായി, അകറ്റപ്പെട്ടവരായി ആരും ഉണ്ടാവരുതേ എന്നാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.